അടുത്തതായിട്ട് നമുക്കൊരു നാടകമാണ് നമ്മുടെ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. സോ ഓൺ ദ സ്റ്റേജ് വി ഹാവ് അനീഷ്, ലിൻസൺ, മനോജ്, നികേഷ്, പ്രീതി, പൂർണിമ, റയോ, റോബർട്ട് ആൻഡ് സുനിൽ. സഹൃദയരെ, കർക്കേസിലെ പ്രിയ കലാസ്നേഹികളെ, ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു കർക്കേസിൽ മാക് തിയേറ്റേഴ്സിന്റെ ഏറ്റവും പുതിയ നാടകം നർമ്മയുഗം. തിരക്കഥാ സംഭാഷണം സുനിൽ കർക്കേസിൽ, നിശാന്ത് പെൻഡൽ ഹിൽസ്. അഭിനേതാക്കൾ പ്രീതി, പൂർണിമ, ലിൻസൺ, മനോജ്, റിയോ, സുനിൽ, റോബർട്ട്, അനീഷ്, നികേഷ്. കഥാ സംവിധാനം സുനിൽ കർക്കേസിൽ. വേദിയിലേക്ക് വരുന്ന ശബ്ദവും വെളിച്ചവും അടച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കർക്കേസിൽ മാക് തിയേറ്റേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പാണരെ, പൂന്തുലി പാണനാരെ, ഇങ്ങോട്ട് വരിക. ഓ അടിയൻ. നേരെ നോക്കാം. പട്ടിണി ചെയ്തത് അറിയോ? പാടുക, കേൾക്കട്ടെ. പട്ടിണി തീരാത്ത കൽമാളിക കാൺകേ തമ്പൂരാനെ പൈച്ച് ചാവാറായി. കുടലും കരിഞ്ഞെത്തും ഗ്യാസിൻ്റെ അസ്ക്യത ഇരുളും വേളു കോളം അടിയൻ പാടാം. ആരാ തേങ്ങ എടുത്തോണ്ട്? മോഷണം അല്ലേ? അയ്യോ, ഞങ്ങൾ മോഷ്ടാക്കളല്ല. പിടിച്ചു പറയാണ് പരിചയം. അതിരിക്കട്ടെ, എന്താ മനക്കല്? ഞങ്ങൾ വിൽക്കാനോ വാങ്ങാനോ ഉള്ള വീട് അന്വേഷിച്ച് നടന്ന് വഴിതെറ്റി വന്നവരാ. വെള്ളരശ്മിയിലെ പണിക്കാരാ. ഞാൻ പോഷ്പടലി. ഞാൻ കാന്താരിപ്പേട്ടലി. പകിട വശമുണ്ടോ? തരികിടയാണ് വശം. എന്നാൽ നിന്ന് തിരിയാണ്ട് തേങ്ങ താഴെ വെച്ച് പോയിക്കൊള്ളുക. എനിക്ക് നിങ്ങളെ ഇവിടെ നിർത്താൻ താല്പര്യമില്ല. മാർക്കറ്റൊക്കെ അപ്പായി നിൽക്കുമല്ലേ. കാർന്നോരി മന കൊടുത്താൽ നല്ല വില ഒപ്പിച്ചു തരാം. നിർത്തുക. എന്നാ കേട്ടോ, എനിക്ക് ഈ മന വിൽക്കാൻ അനുവാദം ഇല്ല. ഇതിന്റെ പിന്നിൽ പഴയൊരു കഥയുണ്ടേ. മനയുടെ ആധാരം പടിഞ്ഞാറേപ്പേക്ക് ബാങ്ക് പണയത്തിലാ. ജന്മം കൊണ്ട് ധനികനാണെങ്കിലും കർമ്മം കൊണ്ട് ജയിൽപ്പുള്ളിയാ. അതെ, മോർഗേജ് പ്രിസണർ. 300 വർഷമായി തമ്പുരാനി മനയുടെ മോർഗേജ് അടച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരു 29 വർഷം കൂടി അടച്ചാൽ തമ്പുരാൻ ഫ്രീ ആയി. അത് കഴിഞ്ഞിട്ട് വേണം തമ്പുരാന് 7-Eleven വിട്ട് സ്റ്റാർബക്സിൽ നിന്നൊരു കാപ്പി കുടിക്കാൻ. മിണ്ടാതിരിക്കുക, ഇല്ലെങ്കിൽ നിനക്ക് ഇവന്മാര് വില പറയും. നിന്നെ കണ്ടാലേ അറിയാം നല്ല ഗ്രാൻഡി പൊട്ടൻഷ്യൽ ആണെന്ന്. തിരുമേനി, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച്. ഞാൻ അടച്ച എല്ലാമേയൊക്കെ അവിടെ വെള്ളത്തിൽ പോട്ടെ എന്നാണോ? നമുക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണ്ടേ? ഡൗൺ സൈസ് ചെയ്താൽ പിന്നെ റിട്ടേണോട് റിട്ടേൺ ആയിരിക്കും. യൂട്ടേൺ അടിച്ച സ്ഥലം കാര്യാക്ക. വീടിന്റെ ബാക്കിൽ ഒരു ഗ്രാനി ഫ്ലാറ്റ് കെട്ടിയാലോ? അവിടെ വെളിക്കിരുന്നാലേ എനിക്ക് ഗ്രാൻഡ് ആവൂ. പറ്റില്ല. എന്നാ പത്തായപ്പുര സബ്ലീസ് ചെയ്താലോ? പണ്ടാരോ പത്തായത്തിൽ കയറി പണ്ടാറടങ്ങി പോയി, പിന്നെ ആരെയും കണ്ടിട്ടില്ല. എന്നാൽ മച്ചിന്റെ മുകളിൽ ഒരു മാളിക പണിഞ്ഞാലോ? മച്ചുനൻ ചന്തു, ചതിയൻ ചന്തു, നടക്കില്ല. എന്നാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി എടുക്കുന്നോ? ഞങ്ങൾ അതും ചെയ്യും. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് കടക്ക് പുറത്ത്. പണനെ, ഓ, ഇവറ്റകളെ പാടി പഠിക്ക് പുറത്താക്കുക.
ക്രിഞ്ച് ഓടി രക്ഷപ്പെട്ടോ. അടിയൻ ഒരു കൂട്ടം ചെയ്തിട്ടുണ്ട്, അങ്ങയുടെ അനുവാദം ഇല്ലാതെ. അനുവാദം ഇല്ലാതെ അല്ലേ? ആ, എന്നാ കുഴപ്പമില്ല. ശലൈ, ഈ മനയിൽ തെക്കിന് ഞാൻ എയർബിഎൻബിയിൽ ഇട്ടു. നാളെ ഒന്നിന് $500 ആയി വരും. എന്നിട്ട് വേണം ആകെയുള്ള 4 വിളക്കും കിട്ടിയും കണ്ടവർ അടിച്ചോണ്ട് പോവാൻ. നോക്കിയും കണ്ടും വേണം. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ അപഭ്രംശം. പോരാത്തതിന് ഡബിൾ ഡീമറിറ്റ്സും. അപമാനിക്കാതിരുന്ന അടിയെ നോക്കിക്കോളാം. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങി താഴുമ്പോ പകടകളി തന്നെയാ നല്ലത്. മോഡ്ഗേജിന്റെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങി താഴുമ്പോ എയർബിഎൻബി തന്നെയാ നല്ലത്. അങ്ങ് ദൂരെ വശത്തുനിന്ന് ഒരു നഗലനും ഗംഗയും 3 ദിവസത്തേക്ക് തെക്കിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരിന്നെത്തും. എന്താ ഒരു ശബ്ദം? അത് നഗരന്റെ മാരുതിക്കാർ വരുന്ന. അവരെത്തി. വരണം, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നേ? നഗരനും ഗംഗയല്ലേ? അടിച്ചു കയറി വാ. 7-Eleven പോയി കാപ്പി കുടിച്ച് നിന്നപ്പോൾ ഒരുപാട് കേട്ടു ക്വേക്കേഴ്സിലെയും മനയെ പറ്റി. ആകെ സന്തോഷായി. ഇങ്ങോട്ട് കേറി വരാം, നേരെ നോക്കാം. പാണരെ, തെക്കിനോട് താക്കോൽ അങ്ങോട്ട് കൊടുക്ക. താക്കോൽ ഞാൻ ഇങ്ങ് എടുക്കുവാ, തെക്കിനിയിലേക്ക് നടക്കുവാ. പാണരെ, താൻ ശ്രദ്ധിച്ചോ? ഗംഗയ്ക്ക് എനിക്കും ഒരേ വൈബ അല്ലേ? 65-ാം വയസ്സിലും കിളവരെ കോഴിത്തരം മാറിയില്ല. ഇങ്ങനെ പോയ നാട്ടുകാരെ ചിക്കൻ 60 എന്ന് വിളിക്കും കേട്ടോ. ഉറക്കെ പറയാം. ഓ, ഒന്നുമില്ലേ. 10 പേരയിൽ നെല്ലും നിറഞ്ഞു നിൽക്കുന്നു. പാണരെ, വരിക. അതല്ല ഒന്ന് അടന്നു വെക്കാം. നഗരേട്ടാ, അല്ലിക്ക് ആഭരണം എടുക്കണ്ടേ? എടുക്കാം ഗംഗേ, ഇപ്പൊ നടക്കാം ഗംഗേ. അല്ലിക്ക് ആഭരണം ഇപ്പൊ തന്നെ എടുക്കണം. ഗംഗ മിണ്ടണ്ട. അല്ലിക്ക് ആഭരണം എടുക്കുന്ന കാര്യം ഗംഗ ഇപ്പം പറയണ്ട. അതെന്താ മിണ്ടിയാല്? അതെന്താ മിണ്ടിയാലെന്ന്? അല്ലിയുടെ ആഭരണത്തിന്റെ കാര്യം മിണ്ടിയാൽ എന്താ? ഗംഗേ, ഞാൻ എന്താ നഗരേട്ടാ ഇപ്പൊ പറഞ്ഞത്? എനിക്ക് എന്താ പറ്റിയത്? ഇല്ല, നിനക്കൊന്നും പറ്റിയിട്ടില്ല. അല്ലിക്കുള്ള ആഭരണം ഞാൻ നാളെ രാവിലെ ഓൺലൈനായി ഓർഡർ കൊടുത്തോളാം. ഇപ്പം ഗംഗ തെക്കിനിയിലേക്ക് നടന്നാട്ടെ. ഇതാരാ? ഈ മനക്കിന്റെ ചാത്തനല്ലേ? എന്നിങ്ങനെ മാറ്റിക്കാരി പോയാൽ മതിയോ? നമുക്കൊരു ചാത്തൻ എന്താ ഇവിടെ? തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി കുട്ടിച്ചാത്തൻ പാടും നീതാ നാളത്തെ രാവിലെ നകുലരുണരുമ്പോൾ നാളത്തെ രാവിലെ നകുലരുണരുമ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസിൽ പണി തീർക്കാം മനക്കിളെ തമ്പ്രാനും തമ്പ്രാട്ടിയുമായി നമുക്കിനി മൊത്തത്തിൽ പൊളിച്ചെടുക്കാം. ട്യൂണിംഗ് ഒക്കെ മനസ്സിൽ വെച്ചാ മതി. ഞാൻ നാളെയും ഇറങ്ങാം. നാഗവലി തിരിച്ചു പോ. നകുലൻ ഉണർന്നാലും
പോയി ഗംഗേ പോയി, എല്ലാം പോയി. ആരാ നഗലേട്ട പോയത്? എല്ലാം പോയി ഗംഗേ, എല്ലാം പോയി. ഒന്ന് തെളിച്ചു പറ. അല്ലിക്ക് ആഭരണം ഓൺലൈനായി എടുക്കാൻ നോക്കിയതാ. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്കായി ഗംഗേ. മൊത്തം പൈസയും ആരോ കൊണ്ടുപോയി ഗംഗേ. ഈശ്വര, അപ്പൊ ആ പ്രതീക്ഷയും ഗോപി മഞ്ചൂരി. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? നഗലേട്ട, എനിക്കറിയില്ല. 10 പൈസ കയ്യിലില്ല, വണ്ടിയിൽ പെട്രോൾ ഇല്ല, തെക്കിനിയുടെ വാടക കൊടുത്തിട്ടില്ല. ഓ മൈ ഗോഡ്, നമ്മൾ ശരിക്കും കുടുങ്ങിയല്ലോ. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ ഗംഗേ. പോറ്റിത്തമ്പ്രാന്റെ കപ്പപ്പുഴുക്കും കഞ്ഞിയും കഴിച്ച് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് തെക്കിനിയിൽ നിന്ന് ഇറങ്ങാതെ നമുക്ക് കഴിയാൻ ഗംഗേ. നകുലൻ സാർ, 10 മണിക്കാണ് ചെക്കൗട്ട്. നാളെ വേറൊരു കസ്റ്റമർ വരുന്നുണ്ട്. നിങ്ങൾ ഇറങ്ങാറായോ? ഈ തെക്കിനി, ഇതേ തെക്കിനി എനിക്ക് തരുമോ? ഈ തെക്കിനി ഞാനിങ് എടുക്കുക. അയ്യോ, അങ്ങനൊന്നും പറഞ്ഞൂടാ. ഇതങ്ങനെ നല്ലടാ. ഞാൻ പോകമാട്ടെ. എന്താ ഒരു ബഹളം? ഇവരിറങ്ങുന്നില്ല തമ്പ്ര. രണ്ടും ഇപ്പൊ ഇറങ്ങണം. ദുർഗാഷ്ടമിക്ക് പോയാ മതിയോ? എന്റെ ചാത്തിന് വിട്ട് നിങ്ങളെ ഞാൻ ഇറങ്ങണോ? ഗംഗ പോണ്ട ഗംഗേ, നമുക്കിവിടെ നിൽക്കാന്നേ. ചാത്തം മിണ്ടാതിരിക്ക. വേലിലിരുന്ന പാമ്പിനെ എടുത്ത് തെക്കിനി വെച്ച പോലെ ആയല്ലോ വളരെ. ഇനി എന്താ ഒരു വഴി? എനിക്കൊരു ഐഡിയ. ഇന്നത്തെ ശാപ്പാട് ഓർഡർ കൊടുക്കുക എന്നായിരിക്കും. എന്നെ മുടിപ്പിച്ചേ അടങ്ങൂ. അതല്ല തിരുമേനി, നമുക്കൊരാളെ വിളിക്കാം. ആരെ? ദൈവത്തെയോ? നീ ഇവരെ ഒന്ന് ഒഴിപ്പിച്ചു തരണം. അവർക്ക് സ്വന്തം ഒഴിക്കാൻ അറിയില്ലേ? എടോ, അവർ ഈ മനയിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന്. ഓ, അത്രേ ഉള്ളൂ. എടാ മോനെ, ഏന് ബേജാറ് വേണ്ട, ഞാൻ നിർത്തീനി. ഇതൊക്കെ ചെറിയ കേസ്, അമ്പാൻ ചെയ്തോളും. അമ്പാൻ, അമ്പാൻ. അണ്ണാ, ഓപ്പൽ കാർഡ് എടുക്കാൻ മറന്നുപോയ അണ്ണാ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. ശ്രദ്ധിക്കാം അണ്ണാ, ശ്രദ്ധിക്കുന്നുണ്ടണ്ണാ. മോനെ ബേബി, ഇന്ന് രാത്രി അടിയുണ്ട്. 7 മണിക്ക് തുടങ്ങും. ഗാഡി വിടാ, വാ. അയോഗ്യ നായ, എவ்வளவு ധൈര്യം ഇരിക്ക ഇപ്പോ എൻ മുന്നാടി വന്ന് നിൽപ്പേ. എടീ മോളെ, രംഗണ്ണൻ കാണിക്കുന്നു പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ, തുറസി. അണ്ണാ, ഇത്രയും പബ്ലിക് ആയിട്ടോ മോശമല്ല അണ്ണാ. ഗൺ തുറസി അമ്പാൻ, ഗൺ. ഗണ്ണിൽ ഉണ്ടയില്ല അണ്ണാ. നിന്റെ അല്ലെങ്കിൽ വേണ്ട. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. ശ്രദ്ധിക്കാം അണ്ണാ, ശ്രദ്ധിക്കുന്നുണ്ടണ്ണാ. ഉണ്ടെടുക്കണം. എന്നാ നീ പോയി ബാക്കി ടൂൾസ് എടുത്തിട്ട് വാ. അണ്ണാ, ടൂൾസ് ഒക്കെ ഓണാഘോഷത്തിന് കോക്കേസിൽ കമ്മിറ്റിക്കാർ കൊണ്ടുപോയണ്ണാ. നഗലേട്ട, അത് ഞാൻ അങ്ങ് മറന്നു. എന്തൊരു പൊട്ടിയാ ഞാൻ. ഇന്നല്ലേ ക്വേക്കേഴ്സിലെ ഓണം. അവിടെ മാക്കിന്റെ അടിപൊളി പരിപാടിയും സദ്യയും ഒക്കെ ഉണ്ട്. വാ, നമുക്ക് അങ്ങോട്ടേക്ക് വേഗം പോവാം. മഴയൊക്കെ അല്ലേ, ചെറുതോരണം ഒഴിക്കട്ടെ അണ്ണാ. പണേ ക്ലാസ് ഇങ്ങോട്ട് എടുക്ക. തിരുവേനി ഹാപ്പി അല്ലേ? എടാ മോനെ,